അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് അതിരൂപത ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി. മാമോദിസ നൽകിയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ പ്രത്യാശയുടെ സന്ദേശം പകർന്നു നൽകുന്നതിൽ രാജ്യത്തെ സഭ 100 മേനി ഫലം കണ്ടു. റെഡ് സോളിഡാരിയ വോളണ്ടിയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാർസിയ കുറുവയുടെ നേതൃത്വത്തിൽ 50-ലധികം തെരുവുകുട്ടികൾക്കാണ് മാമോദിസ നൽകിയത്. തായ്സയുടെ 46ാമത് യൂറോപ്യൻ മീറ്റിംഗിന് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രവിക്കുന്നതിനെ സ്വീകരിക്കാനും സമൂഹത്തിന്റെ അരികിലുള്ളവരെ സ്വാഗതം ചെയ്യാനും യുവജനങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്ലോവേനിയയിലെ ലുബ്ലിയാനയിൽ ഒത്തുകൂടിയ യുവജനങ്ങൾക്ക് പാപ്പ ആശംസകളും നേർന്നു. വിവിധ രാജ്യങ്ങളിലെയും വിഭാഗങ്ങളിലെയും യുവജനങ്ങളുടെ എക്യുമെനിക്കൽ സമ്മേളനം ഡിസംബർ 28 മുതൽ ജനുവരി 1 വരെയാണ് നടക്കുന്നത്. ഒരുമിച്ചുള്ള യാത്ര എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം. ലെബനീസ് ജൂത കമ്മ്യൂണിറ്റി കൗൺസിലിന്റെ തലവനായ ഐസക് അരാസി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അന്തരിച്ച ഐസക് അരാസിയെ അന്ന് തന്നെ സംസ്കരിച്ചതായി അദ്ദേഹത്തിന്റെ കുടുംബവും ജൂത സമൂഹത്തിന്റെ അഭിഭാഷകനും വെളിപ്പെടുത്തി. ബെയ്റൂട്ടിലെ ഉപേക്ഷിക്കപ്പെട്ട സിനഗോഗിന്റെ പുനരധിവാസത്തിനായി പ്രേരിപ്പിച്ച ലെബനനിലെ ചെറിയ ജൂത സമൂഹത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ഐസക് അരാസി. അരാസിയുടെ നേതൃത്വത്തിലുള്ള ജൂത കൗൺസിൽ സംഭാവനകളിലൂടെ ഈ സിനഗോഗിന്റെ പുനർനിർമ്മാണ പദ്ധതിക്ക് ധനസഹായം നൽകി വന്നിരുന്നു. ജ്ഞാനായ കാത്തലിക് റീജിയനിലെ തിരുബാല സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഓൺലൈനിലൂടെ ക്രിസ്മസ് കൂടിവരവ് സംഘടിപ്പിച്ചു. വിസിറ്റേഷൻ സഭാംഗമായ സിസ്റ്റർ അലീസ SVM പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുബാല സഖ്യം ജ്ഞാനായ റീജിയണൽ ഡയറക്ടർ ഫാദർ ബിൽസ് ചേത്തലിൽ സ്വാഗതവും റീജിയണൽ ജനറൽ ഓർഗനൈസർ സിജോയ് പറപ്പള്ളിൽ നന്ദിയും പറഞ്ഞു. ജ്ഞാനായ റീജിയനിലെ വിവിധ ഇടവകളിൽ നിന്നുമുള്ള തിരുബാല സഖ്യം കുട്ടികൾ പരിപാടികളിൽ പങ്കുചേർന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.